ഹലോ എവരി വൺ. ഇന്നൊരു കുക്കിംഗ് വ്ളോഗാണ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ സ്പെഷ്യലായിട്ട് ടൊമാറ്റോ റൈസും പിന്നെ ഗോബി 65 ഒക്കെ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം നമുക്ക് ഗോബി 65 ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയിലിട്ട് അതൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ മസാല നമ്മൾ പ്രിപ്പയർ ചെയ്യണം. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ നമുക്കതിനകത്ത് കടലമാവ് വേണം, കോൺഫ്ലവർ വേണം, അരിപ്പൊടി വേണം. ഇത്രയാണ് അതിൻ്റെ മസാല. അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ഓയിലതിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഭയങ്കര ടേസ്റ്റി റെസിപ്പി ആട്ടോ. ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. നമ്മൾ ഗോബി ഫ്രൈ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ റൈസിനുള്ള റൈസ് പ്രിപ്പയർ ചെയ്യാണ്. ആദ്യം ഒന്ന് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് നമ്മൾ ബേ ലീവ്സ്, കുറച്ച് കുരുമുളക്, പിന്നെ കറുകാപ്പട്ട, ഗ്രാമ്പൂ, പിന്നെ ഏലക്ക അതൊക്കെ ഇടുക. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി നമ്മൾ അതിനകത്തേക്ക് ഇടുക. അത് നമ്മൾ അരി കുക്ക് ചെയ്തെടുക്കുക. അതിൻ്റെ കൂടെ ബ്രിഞ്ചാൾ ഫ്രൈയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അത് നമ്മൾ ബ്രിഞ്ചാൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യാറുള്ള മസാലാസ്, അതായത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് അതിട്ട് നമ്മൾ ആദ്യം കുറച്ച് നേരം ആ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതൊന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ഈ സമയം കൊണ്ട് ടൊമാറ്റോ റൈസിൻ്റെ അരി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി പ്രിപ്പറേഷൻസ് നോക്കാം. ആദ്യം എണ്ണ ഒന്ന് ചൂടാകണം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിൽ കടുകിട്ട് കൊടുക്കുക. കടുകൊന്ന് നല്ലപോലെ പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ഒന്നിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം പിന്നെ കുറച്ച് ചുമന്ന മുളകും കൂടി ഇട്ട് കൊടുക്കണം. വറ്റൽ മുളക് അതുകൂടി ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഓക്കെ. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉഴുന്ന് പരിപ്പും പയർ പരിപ്പും ഇട്ട് കൊടുക്കുക. കുറച്ച് കായപ്പൊടി ഇടണം. പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ നട്ട് കൂടി ഇട്ട് കൊടുക്കുക. കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. സവാള ഇട്ട് കൊടുക്കുക. അതിന് ശേഷം അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും കുറച്ച് നമ്മൾ ഉപ്പും കൂടി ഇട്ടൊന്ന് സോട്ട് ചെയ്യുക. അതൊന്ന് കുക്കായി വരുമ്പോഴേക്കും നമുക്കതിനകത്തേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ മസാലയും അതും നന്നായിട്ടൊന്ന് കുക്കായി വന്നതിന് ശേഷം നമുക്ക് മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയും ഉള്ളിയൊക്കെ ഓൾമോസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി അത്രയൊന്നും ഇട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ചേർത്ത് അത് നല്ലപോലെ ഒന്നായി വരുമ്പോൾ കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് കുക്കാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ നടച്ച് വെച്ചാൽ മതി. അപ്പോഴേക്കും അത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നമ്മൾ കുറച്ചായിട്ട് ഇതിനകത്ത് എടുത്തിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ
ടൊമാറ്റോ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നമ്മൾ ആ റൈസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടി കുറച്ച് ഗീയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് ഭയങ്കര സിമ്പിൾ റെസിപ്പി ആയിട്ട് വന്നിട്ട് നമ്മളതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. Echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound in the arms of